പുന്നമടക്കായൽ വള്ളത്തേരിലേറി ആറാടിയ ജലമേളയാണ് ഇന്നലെ സമാപിച്ചത്. ജലവീരന്മാർ ഒന്നൊന്നായി അണിനിരന്നപ്പോൾ ആവേശം വാനോളം ഉയർന്നു. ഓളപ്പരപ്പിനെ കീറിമുറിച്ച ആവേശത്തിൽ കരഘോഷവും ആർപ്പുവിളികളും അലതല്ലി. അങ്ങനെ 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഏകദേശം പരിസമാപ്തി ആയിരിക്കുകയാണ്. പക്ഷെ പരിസമാപ്തി ആയെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ആവേശത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. എങ്കിൽ പോലും കാരിച്ചാൽ 16ാമത്തെ തവണ കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. എത്രയും ആവേശോജ്വലമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അല്ലെ, അത്രയും മണിക്കൂറുകളാണ് കുറച്ചു നേരം മുമ്പ് ആലപ്പുഴ പുന്നമടക്കായലിൽ അരങ്ങേറി പോയിക്കൊണ്ടിരുന്നത്. മണിക്കൂറുകളെ മിനിറ്റുകളാക്കി, മിനിറ്റുകളെ സെക്കൻഡുകളാക്കിക്കൊണ്ടുള്ള ആവേശോജ്വലമായ ജലരാജാക്കന്മാരുടെ തേരോട്ടമായിരുന്നു. അതിലൊറ്റ ഒരു ജല റോക്കറ്റാണ് കപ്പ് ഉയർത്തിയിരിക്കുന്നതെന്ന് പറയാം. അത്രമേൽ ആവേശോജ്വലമായിരുന്നു. ആലപ്പുഴയുടെ ആവേശത്തെ തുഴകൊണ്ട് വാനോളം ഉയർത്തി കാരിച്ചാൽ. 16ാമതും ജലരാജാവ് പട്ടത്തിൽ വീണ്ടും കാരിച്ചാൽ തന്നെ മുത്തമിട്ടു. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം. ഇല്ല, BBC-യുടെ കാരിച്ചാലും വിയപുരവും നടുഭാഗവും. വാശിയേറിയ പോരാട്ടത്തിൽ ആര് വാഴും ആര് വീഴുമെന്ന സംശയത്തിന് ഒറ്റ പേര്, അത് കാരിച്ചാൽ തന്നെ. വെള്ളത്തിനൊപ്പം വള്ളമാറാടിയ ആവേശത്തിന് ചുണ്ടൻ വള്ളങ്ങൾ ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് ഒരുക്കിയപ്പോൾ അവസാന ലാപ്പിൽ കാരിച്ചാൽ അടിച്ചുകേറി. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം. ഇല്ല, BBC-യുടെ കാരിച്ചാലും വിയപുരവും നടുഭാഗവും. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അവസാന പേരായി കാരിച്ചാൽ മാറിയത് 4 മിനിറ്റ് 29.785 സെക്കൻഡിലാണ്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 4 മിനിറ്റ് 29.790 സെക്കൻഡിലോടി 2ാം സ്ഥാനത്തെത്തി. മണിക്കൂറുകളെ കീറിമുറിച്ച ആവേശം. 16ാമത് കപ്പുയർത്തി കാരിച്ചാൽ ചുണ്ടനും ഒപ്പം തുടർച്ചയായി 5 തവണ കപ്പടിച്ചുകൊണ്ട് 7 പ്രാവശ്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് വിജയത്തേരിലേറിയിട്ടുണ്ട്. അവസാനം ജലമേളയുടെ തട്ടകത്തിൽ കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞെത്തി. അങ്ങനെ ആവേശം ഒട്ടും ചോരാതെ അങ്ങനെ 16ാം തവണയും കാരിച്ചാൽ കപ്പടിച്ചിരിക്കുകയാണ്. ഒപ്പം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും തുടരെയായിട്ടുള്ള 5ാം തവണയും ആകെ 7 തവണയുമായി കപ്പ് ഉയർത്തിയിട്ടുണ്ട്. ഒരാൾക്കും ഒരു പ്രാവശ്യവും ഞങ്ങൾ കപ്പ് വിട്ടുകൊടുക്കില്ല എന്നൊരു ഉറപ്പും കൂടി കാരിച്ചാൽ ചുണ്ടൻ വെള്ളം നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു ഉറപ്പ് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഓരോ പ്രാവശ്യവും നെഹ്റു ട്രോഫി വള്ളംകളി വരുമ്പോഴും കാരിച്ചാലിന്റെ ആ ഒരു ഉറപ്പും ആ ഒരു വീര്യവും ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇപ്രാവശ്യവും കാണാൻ പറ്റി. ഇനിയും വരുന്ന പ്രാവശ്യവും ഏത് ആവേശമായിരിക്കും, ആരായിരിക്കും ഉയർത്തുക എന്നുള്ളതാണ്. എങ്കിലും കാരിച്ചാലിനെ തോൽപ്പിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. എങ്കിലും പുന്നമടക്കായലിൽ നിന്നും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിൽ നിന്നും ക്യാമറ ടീമിനൊപ്പം അഞ്ജന ജേസഫ്, ജനം.